ലീഗിൻ്റെ മന്ത്രി പ്രഖ്യാപനം കഴിഞ്ഞു. 5 മന്ത്രിമാരെയാണ് ലീഗിന് അനുവദിച്ചത്. തങ്ങൾ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത്. വളരെ പെട്ടെന്നായിരുന്നു യോഗം നടത്തി. അതിൻ്റെ പ്രഖ്യാപനം നടപടിക്രമങ്ങൾ മുഖ്യമന്ത്രി ഗവർണറെ കണ്ടതിന് ശേഷം മാത്രം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പ്രഖ്യാപിച്ചത്. തങ്ങൾ സ്വാഗതം, അഭിനന്ദനങ്ങൾ. 5 മന്ത്രിമാരെ വളരെ മനോഹരമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ്? എന്താണ് ലീഗിൻ്റെ ആദ്യ പ്രയോറിറ്റി? മുസ്ലിം ലീഗ് ആദ്യമായിട്ടല്ലല്ലോ ഭരണകക്ഷിയാകുന്നത്. മുസ്ലിം ലീഗ് കഴിഞ്ഞ പല തവണകളിൽ കേരളം ഭരിച്ചിട്ടുണ്ട്. നമുക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഭരണം നടത്തിയിട്ടുണ്ട്. ആ പാരമ്പര്യം CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഒരു ഭരണാധികാരി എന്നുള്ളവർക്ക് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പാരമ്പര്യമുണ്ട്. ആ ഒരു പാരമ്പര്യം അത് കുഞ്ഞാലി സാഹിബിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ നമുക്ക് തുടരാൻ കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ മാതൃകയായിക്കൊണ്ടുള്ള നല്ലൊരു ഭരണം കാഴ്ചവെക്കണം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് ടേം വ്യവസ്ഥ വെച്ചിരിക്കുന്നു. കോഴിക്കോടിന് 2ാം ഘട്ടത്തിൽ പ്രാതിനിധ്യം. അത് ഏത് സാഹചര്യത്തിലാണ് തീരുമാനമെടുത്തത്? കോഴിക്കോട് ഐക്യജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം നൽകിയ ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കോൺഗ്രസിൻ്റെ മന്ത്രിസ്ഥാനം അവിടെ ഉണ്ടായില്ല എന്ന് ബോധ്യപ്പെട്ടു പിന്നീട്. അപ്പോൾ ആ നിലക്ക് അതിനു മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് ജില്ലയായിട്ട് ഒറ്റപ്പെടുന്നത് ശരിയല്ല. UDFൻ്റെ വിജയത്തിന് വേണ്ടി വലിയ തരത്തിൽ അവിടെ മുസ്ലിം ലീഗ് പ്രയത്നിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് പ്രയത്നിച്ചു. അപ്പോൾ അതിനെ കണക്കിലെടുത്തുകൊണ്ട് ഇനി 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയുടെയും ഒരു മന്ത്രി ഉണ്ടാവും. ഇനിയിപ്പോൾ ബാക്കി പാർട്ടി വിപ്പ് മറ്റു കാര്യങ്ങളൊക്കെ എപ്പോഴേക്ക് തീരുമാനിക്കും? അതൊക്കെ ഇനി മുഖ്യമന്ത്രി അധികാരത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആയിരിക്കും അത്തരം കാര്യങ്ങൾ. പാർട്ടിയും നിയമസഭാ പാർട്ടിയൊക്കെ കൂടി ഇരുന്നിട്ടായിരിക്കും ആ തീരുമാനമൊക്കെ. ഈ പുതിയ വകുപ്പുകൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലൊക്കെ അതന്നെ അത് മുഖ്യമന്ത്രിയുമായിട്ട് ആലോചിച്ച്, അത് മുഖ്യമന്ത്രിയുടെ അധികാരമാണല്ലോ ഏത് വിപ്പാണ് ആർക്കൊക്കെ കൊടുക്കേണ്ടതെന്ന്. അതത്രേ പറയാൻ പറ്റുള്ളൂ. താങ്ക് യു. വളരെ കൃത്യമായി തന്നെ തങ്ങൾ പറഞ്ഞു. ലീഗിന് നേരത്തെ തന്നെ നല്ല ഒരു ഭരണപരിചയ ട്രാക്ക് റെക്കോർഡുണ്ട്. അത് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ആ ട്രാക്ക് റെക്കോർഡിലൂടെ ആയിരിക്കും ലീഗിൻ്റെ മന്ത്രിമാർ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24.